എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 3. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറും അതുപോലെ തന്നെ ഒരു വെക്ടറിനെ എങ്ങനെ പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് ഒരു വെക്ടറിൻ്റെ കമ്പോണൻസിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. Components of a vector. If the sum of two vectors, vector A and vector B, is a third vector, vector C, then vector A and vector B are called components of vector C. അതായത് വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും സം ആണ് മൂന്നാമത്തെ വെക്ടറായ വെക്ടർ സി. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കോൾഡ് ദി കമ്പോണൻസ് ഓഫ് വെക്ടർ സി. റിമാർക്ക് 1. If vector R is the position vector of a point P in a plane referred to a pair of rectangular axes OX, OY, and vector I and vector j are unit vectors along the coordinate axis, then vector R equal to x into vector I plus y into vector j and mod vector R equal to root of x square plus y square. നമ്മളൊരു പ്ലെയിൻ പരിഗണിക്കുന്നു. ഈ പ്ലെയിനിലെ ഒരു പോയിന്റാണ് പി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു പ്ലെയിനിലും നമുക്ക് രണ്ട് കോർഡിനേറ്റ് ആക്സസ് കാണാൻ സാധിക്കും. നമുക്കറിയാം ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് തന്നിരിക്കുന്ന പോയിന്റും ആയിരിക്കും. നമ്മുടെ പ്ലെയിനിലെ പോയിന്റ് പി ആണ്. Then we can find a position vector, vector R, such that vector OP equal to vector R. അതായത് പി എന്ന് പറയുന്ന പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ ആർ. ആൻഡ് I and j are unit vectors along the coordinate axis. Then vector R can be expressed as vector R equal to x into vector I plus y into vector j and mod vector R equal to root of x square plus y square. Remark 2. If vector R is the position vector of a point P in space referred to the three orthogonal axes OX, OY, OZ, and vector I, vector j, vector k are unit vectors along the coordinate axis, then vector R equal to x into vector I plus y into vector j plus z into vector k and mod vector R equal to root of x square plus y square plus z square. തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്പേസിലെ ഒരു പോയിന്റാണ് പി. നമുക്കറിയാം സ്പേസിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് ഓർത്തോഗണൽ ആക്സസിനെ, 3 ഓർത്തോഗണൽ ആക്സസിനെ ബേസ് ചെയ്താണ്. ആൻഡ് ഹിയർ I, j and k are unit vectors along the coordinate axis. നമുക്കറിയാം ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് തന്നിരിക്കുന്ന പോയിന്റും ആയിരിക്കും. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ ഒ പി ആയിരിക്കും. കാരണം ഒ എന്ന് പറയുന്നത് ഒറിജിനും പി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റുമാണ്. അപ്പോൾ ഹിയർ ഒ പി ഈക്വൽ ടു വെക്ടർ ആർ. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിനെ നമുക്ക് x into vector I plus y into vector j
പ്ലസ് സെഡ് ഇൻറ്റു വെക്ടർ കെ എന്ന് എഴുതാൻ സാധിക്കും. where I, J and K are unit vectors along the coordinate axis. ഇപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ആ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ദെൻ മോഡ് ഐ, മോഡ് ജെ ആൻഡ് മോഡ് കെ ഈക്വൽ ടു 1. അപ്പോൾ ഹിയർ വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അതുപോലെ തന്നെ ആ വെക്ടറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. റിമാർക്ക് 3. Two vectors, vector A and vector B are equal if and only if their components along the coordinate axis are equal. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഈക്വൽ എന്ന് പറയണമെങ്കിൽ അവയുടെ കമ്പോണൻസ് അലോങ് ദി കോർഡിനേറ്റ് ആക്സസ് ഈക്വൽ ആയാൽ മതിയാകും. ഇൻ അതർ വേർഡ്സ്, x1 into i plus y1 into j equal to x2 into i plus y2 into j. അതായത് പ്ലെയിനിലെ രണ്ട് വെക്ടേഴ്സ് എടുത്തു, ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ അവയുടെ കമ്പോണൻസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു x2 ആൻഡ് y1 ഈക്വൽ ടു y2. ഇതുപോലെ തന്നെ സ്പേസിലെ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ x1 into i plus y1 into j plus z1 into k ഈക്വൽ ടു x2 into i plus y2 into j plus z2 into k. അതായത് അവയുടെ കമ്പോണൻസ് along the coordinate axis are equal. അപ്പോൾ ഇവിടെ x1 equal to x2, y1 equal to y2 and z1 equal to z2 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അവയുടെ കമ്പോണൻസ് ഈക്വൽ ആയാൽ മതിയാകും. Now problem 3. Find the vector PQ whose terminal points are P23 and Q57. Find the magnitude of vector PQ. Also find a unit vector along vector PQ. ഏറ്റവും ആദ്യം നമുക്ക് വെക്ടർ PQ കണ്ടുപിടിക്കണം. നമുക്കതിനെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, P ആൻഡ് Q. നമുക്കറിയാം ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ P ആൻഡ് Q എന്ന് പറയുന്നത് പ്ലെയിനിലെ പോയിന്റ് ആണ്, കാരണം രണ്ട് കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. തൊട്ടു മുൻപേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്ലെയിനിലെ ഏതൊരു പോയിന്റിനെയും നമുക്ക്, അതായത് PXY എന്ന പോയിന്റിനെ നമുക്ക് XI പ്ലസ് YJ എന്നെഴുതാൻ സാധിക്കും. I ആൻഡ് J ആർ basic unit vectors along the coordinate axis. Here let O be the origin. Then vector OP, അതായത് P യുടെ പൊസിഷൻ വെക്ടർ ഈക്വൽ ടു 2 into I plus 3 into J and vector OQ equal to 5 into I plus 7 into J. നമുക്കറിയാം വെക്ടർ PQ ഈക്വൽ ടു position vector of Q minus position vector of P. That is vector OQ minus vector OP. Then 5 into I plus 7 into J minus 2 into I plus 3 into J, which is equal to 3 into I plus 4 into J. ഇപ്പോൾ നമുക്ക് വെക്ടർ PQ ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ PQ കണ്ടുപിടിക്കേണ്ടതുണ്ട്. Hence, magnitude of vector PQ equal to mod vector PQ. നമുക്കറിയാം മോഡുലസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കോഎഫിഷ്യന്റ് ഓഫ് ജെ സ്ക്വയർ. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 25, വിച്ച് ഈസ് ഈക്വൽ ടു 5. ഇപ്പോൾ നമുക്ക് PQ വെക്ടർ PQ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായ 5ഉം ലഭിച്ചു കഴിഞ്ഞു. Now we have to find a unit vector along vector PQ.
അടുത്തതായി വെക്ടർ പി ക്യൂവിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. Therefore, unit vector along vector PQ equal to vector PQ divided by mod vector PQ. നമുക്കറിയാം വെക്ടർ പി ക്യു എന്ന് പറയുന്നത് 3i plus 4j ആൻഡ് മോഡ് വെക്ടർ പി ക്യു ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, which is equal to 3/5 into vector I plus 4/5 into vector j. Next problem. If P equal to 2,6, Q equal to 1,2, R equal to 3,10, show that P, Q, R are collinear. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സും കൊലീനിയർ പോയിന്റ്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. For this, let O be the origin. നമുക്കറിയാം പി ക്യു ആർ ഈ 3 പോയിന്റ്സും പ്ലെയിനിലെ പോയിന്റ്സ് ആണ്, കാരണം 2 കോർഡിനേറ്റ്സ് വീതമാണ് ഉള്ളത്. നമുക്കറിയാം പ്ലെയിനിലെ ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് എക്സ് ഇൻറ്റു വെക്ടർ ഐ പ്ലസ് വൈ ഇൻറ്റു വെക്ടർ ജെ. അതുപോലെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ ഒ പി, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വെക്ടർ ഐ പ്ലസ് 6 ഇൻറ്റു വെക്ടർ ജെ. ആൻഡ് പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ മീൻസ് വെക്ടർ ഒ ക്യൂ ഈക്വൽ ടു 1 ഇൻറ്റു വെക്ടർ ഐ പ്ലസ് 2 ഇൻറ്റു വെക്ടർ ജെ. സിമിലർലി പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് ആർ ഈക്വൽ ടു വെക്ടർ ഒ ആർ ഈക്വൽ ടു 3 ഇൻറ്റു വെക്ടർ ഐ പ്ലസ് 10 ഇൻറ്റു വെക്ടർ ജെ. ഇപ്പോൾ നമുക്ക് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് ലഭിച്ചു കഴിഞ്ഞു. ദെൻ വെക്ടർ പി ക്യു ഈക്വൽ ടു വെക്ടർ ഒ ക്യു മൈനസ് വെക്ടർ ഒ പി. നമുക്കറിയാം ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വെക്ടർ പി ക്യു ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ക്യു മൈനസ് position vector of P, which is equal to vector I plus 2 into vector j minus 2 into vector I plus 6 into vector j, which is equal to minus vector I minus 4 into vector j. അടുത്തതായി നമുക്ക് വെക്ടർ പി ആർ കണ്ടുപിടിക്കാം. Vector PR equal to position vector of R minus position vector of P, which is equal to vector OR minus vector OP equal to 3 into vector plus 10 into vector J minus 2 into vector I plus 6 into vector J, which is equal to vector I plus 4 into vector J. ഇപ്പോൾ നമുക്ക് വെക്ടർ പി ക്യു ആൻഡ് വെക്ടർ പി ആർ ലഭിച്ചു കഴിഞ്ഞു. വെക്ടർ ക്യു ആൻഡ് വെക്ടർ പി ആർ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും വെക്ടർ പി ക്യു ഈക്വൽ ടു മൈനസ് വെക്ടർ ഐ മൈനസ് 4 ഇൻറ്റു വെക്ടർ ജെ ഈക്വൽ ടു 2 ടേംസിലും മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് മൈനസ് പുറമേക്ക് എടുക്കാൻ സാധിക്കും. ദെൻ മൈനസ് ഇൻറ്റു വെക്ടർ ഐ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ജെ, which is equal to minus I plus 4j എന്ന് പറയുന്നതാണ് വെക്ടർ പി ആർ. അതായത് വെക്ടർ പി ക്യു ഈക്വൽ ടു മൈനസ് വെക്ടർ പി ആർ. നമുക്കറിയാം ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ആ 2 വെക്ടേഴ്സും കൊലീനിയർ വെക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ഹിയർ വെക്ടർ പി ക്യു ഈക്വൽ ടു മൈനസ് വെക്ടർ പി ആർ. Then the vectors vector PQ and vector PR are collinear. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെക്ടർ പി ക്യു ആൻഡ് വെക്ടർ പി ആർ ഈ 2 വെക്ടേഴ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പി ക്യു ആൻഡ് ആർ ആർ കൊലീനിയർ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിന്റ്സും കൊലീനിയർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് സെയിം ആയിട്ടുള്ള 2 വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. ഈ 2 വെക്ടേഴ്സിൽ ഒരു വെക്ടർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു നെക്സ്റ്റ് വെക്ടർ എന്ന് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ we can say that P, Q and R are collinear. Problem 5. Find the unit vector in the direction of vector AB where A and B are the points 1, -2, 4 and 0, 3, -6 respectively. അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ സ്പേസിലെ 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സ്പേസിലെ ഏതൊരു പോയിന്റിനെയും നമുക്ക് 3 കോർഡിനേറ്റ്സിന്റെ ടേംസിൽ എഴുതാൻ സാധിക്കും. ഹിയർ A equal to 1, -2, 4 and B equal to 0, 3, -6. നമുക്കറിയാം ഓരോ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയി നമുക്ക് പൊസിഷൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. XYZ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് സ്പേസിലുള്ളതെങ്കിൽ ആ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആയിരിക്കും X ഇൻറ്റു വെക്ടർ I പ്ലസ് Y ഇൻറ്റു വെക്ടർ J പ്ലസ് Z ഇൻറ്റു വെക്ടർ K. ഇതുപോലെ തന്നെ A എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ OA ഈക്വൽ ടു 1 ഇൻറ്റു വെക്ടർ I പ്ലസ് -2 ഇൻറ്റു വെക്ടർ J പ്ലസ് 4 ഇൻറ്റു വെക്ടർ K, which is equal to vector I minus 2 into vector J plus 4 into vector K. And vector OB equal to, അതായത് B എന്ന് പറയുന്ന പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ OB equal to 0 into vector I plus 3 into vector J plus -6 into vector K, which is equal to 3J minus 6K. ഇപ്പോൾ നമുക്ക് വെക്ടർ OA ആൻഡ് വെക്ടർ OB ലഭിച്ചു കഴിഞ്ഞു. നൗ വെക്ടർ AB കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഏതൊരു വെക്ടറിനെയും നമുക്ക് പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വെക്ടർ AB ഈക്വൽ ടു വെക്ടർ OB മൈനസ് വെക്ടർ OA, അതായത് ടെർമിനൽ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ, which is equal to 3 into vector I minus 6 into vector K minus vector I minus 2 into vector J plus 4 into vector K, which is equal to minus vector I plus 5 into vector J minus 10 into vector K. ഇപ്പോൾ നമുക്ക് വെക്ടർ AB ലഭിച്ചു കഴിഞ്ഞു. We have to calculate the unit vector in the direction of vector AB. നമുക്ക് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ AB ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ AB. അത് കണ്ടുപിടിക്കുന്നതിന് മുൻപായി നമുക്ക് മോഡുലസ് വെക്ടർ AB കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ AB. നമുക്കറിയാം xi പ്ലസ് yj പ്ലസ് zk എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സിമിലർലി മോഡുലസ് വെക്ടർ AB ഈക്വൽ ടു root of minus 1 square plus 5 square plus minus 10 square, which is equal to root of 1 plus 25 plus 100, which is equal to root 126. ഇപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ലഭിച്ചു കഴിഞ്ഞു. Therefore, unit vector along vector AB equal to vector AB divided by mod vector AB. ഇപ്പോൾ നമുക്ക് വെക്ടർ ABയും അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് വെക്ടർ I
plus 5 into vector j minus 10 into vector k divided by root of 126. നമുക്ക് ഓരോ ടേമിനെയും റൂട്ട് 126 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ -1 by root of 126 into vector I plus 5 divided by root of 126 into vector j minus 10 divided by root of 126 into vector k. അതായത് ഒരു വെക്ടറിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതിയാകും. Problem 6. Find a unit vector parallel to the sum of vectors vector I equal to 2 into vector I plus 4 into vector j minus 5 into vector k and vector B equal to vector I plus 2 into vector j plus 3 into vector k. നമുക്ക് vector A and vector B തന്നിട്ടുണ്ട്. We have to find a unit vector parallel to the sum of the given vectors. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി given vector A equal to 2 into vector I plus 4 into vector j minus 5 into vector k and vector B equal to vector I plus 2 into vector j plus 3 into vector k. അതായത് തന്ന രണ്ട് വെക്ടേഴ്സും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. Now sum of these vectors vector A plus vector B equal to 2 into vector I plus 4 into vector j minus 5 into vector k plus vector I plus 2 into vector j plus 3 into vector k. Corresponding elements നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ we will get 3 into vector I plus 6 into vector j minus 2 into vector k. ഇപ്പോൾ വെക്ടർ A plus vector B ലഭിച്ചു കഴിഞ്ഞു. Now modulus of vector A plus vector B equal to root of 3 square plus 6 square plus minus 2 whole square which is equal to root of 9 plus 36 plus 4 which is equal to root of 49 which is equal to 7. ഇപ്പോൾ നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി യുടെ മാഗ്നിറ്റ്യൂഡ് 7 ആണെന്ന് ലഭിച്ചു കഴിഞ്ഞു. Therefore യൂണിറ്റ് വെക്ടർ along വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. Therefore യൂണിറ്റ് വെക്ടർ along വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു 3 into vector I plus 6 into vector j minus 2 into vector k divided by 7 which is equal to ഓരോ ടേമിനെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 3/7 into vector I plus 6/7 into vector j minus 2/7 into vector k. Problem 7. Given vector A equal to 2 into vector I plus 3 into vector j plus 4 into vector k and vector B equal to minus vector I plus 3 into vector j plus 2 into vector k. If a unit vector in the direction of 3 into vector A plus 4 into vector B and x into vector I plus y into vector j plus z into vector k are equal, find x, y and z. നമുക്ക് വെക്ടർ എ വെക്ടർ ബി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 into vector A plus 4 into vector B എന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. നമുക്കറിയാം ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ സെയിം ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നിട്ടുള്ള വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്.
ഇവിടെ 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി എന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി. ഇപ്പോൾ സൊല്യൂഷൻ given vector A equal to 2i plus 3j plus 4k and vector B equal to minus I plus 3j plus 2k. Now 3 into vector A plus 4 into vector B equal to 3 into vector A ക്ക് പകരം ആ വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ 2 into I plus 3 into j plus 4 into k plus 4 into വെക്ടർ ബിക്ക് പകരം തന്നിട്ടുള്ള വെക്ടർ വെക്ടർ ഐ പ്ലസ് 3 ഇൻറ്റു വെക്ടർ ജെ പ്ലസ് 2 ഇൻറ്റു വെക്ടർ കെ ഈക്വൽ ടു ആദ്യത്തെ ടേമിൽ 3 കൊണ്ട് ഓരോ ടേമിനെയും നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേതിൽ 4 കൊണ്ട് നമുക്ക് ഓരോ ടേമിനെയും മൾട്ടിപ്പിൾ ചെയ്യാവുന്നതാണ്. ദെൻ 6i പ്ലസ് 9j പ്ലസ് 12k പ്ലസ് മൈനസ് 4i പ്ലസ് 12j പ്ലസ് 8k which is equal to 2i plus 21j plus 20k. ഇപ്പോൾ നമുക്ക് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി ലഭിച്ചു കഴിഞ്ഞു. ഹെൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി ഈക്വൽ ടു മോഡ് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി which is equal to root of coefficient of I square plus coefficient of j square plus coefficient of k square. That means root of 2 square plus 21 square plus 20 square which is equal to root of 4 plus 441 plus 400 which is equal to root of 845. Therefore, unit vector along 3 into vector A plus 4 into vector B equal to 3 into vector A plus 4 into vector B divided by mod 3 into vector A plus 4 into vector B. Substitute ചെയ്യുകയാണെങ്കിൽ 2i plus 21j plus 20k divided by root of 845 equal to 2 by root of 845 into I plus 21 divided by root of 845 into j plus 20 divided by root of 845 into k. ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഒരു വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതിയാകും. ഇപ്പോൾ നമുക്ക് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 4 ഇൻറ്റു വെക്ടർ ബി എന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ വെക്ടറും എക്സ് ഇൻറ്റു വെക്ടർ ഐ പ്ലസ് വൈ ഇൻറ്റു വെക്ടർ ജെ പ്ലസ് സെഡ് ഇൻറ്റു വെക്ടർ കെ എന്ന വെക്ടറും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വെക്ടർ ഐ പ്ലസ് വൈ ഇൻറ്റു വെക്ടർ ജെ plus z into vector k equal to 2 by root of 845 into I plus 21 by root of 845 into j plus 20 by root of 845 into k. അതായത് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ കമ്പോണൻസും ഈക്വൽ ആയിരിക്കും. That means x equal to 2 by root of 845, y equal to 21 divided by root of 845 and z equal to 20 divided by root of 845. Next problem. Prove that the points whose position vectors vector I equal to 2 into vector I minus vector j plus vector k, vector b equal to vector I minus 3 into vector j minus 5 into vector k,
vector c equal to 3 into vector I minus 4 into vector j minus 4 into vector k form a right angled triangle. നമുക്ക് 3 പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 പൊസിഷൻ വെക്ടേഴ്സും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ലെറ്റ് എ ബി സി be the points with the position vectors vector a, vector b, vector c respectively. അതായത് നമുക്ക് 3 പോയിന്റ് എടുക്കുകയാണ്. ഈ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട്. Now vector AB equal to position vector of end point minus position vector of starting point. അതായത് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ which is equal to vector b minus vector a, which is equal to I minus 3j minus 5k minus 2I minus j plus k, which is equal to minus I minus 2j minus 6k. Now vector BC equal to position vector of C minus position vector of B, that is vector C minus vector B, which is equal to 3I minus 4j minus 4k minus I minus 3j minus 5k, which is equal to 2I minus j plus k. Now vector CA equal to position vector of A minus position vector of C, which is equal to vector A minus vector C, equal to 2 into vector I minus vector j plus vector k minus 3 vector I minus 4 vector j minus 4 vector k, which is equal to minus vector I plus 3 into vector j plus 5 into vector k. ഇപ്പോൾ നമുക്ക് വെക്ടർ എ ബി, വെക്ടർ ബി സി, വെക്ടർ സി എ എന്നിവ കിട്ടിക്കഴിഞ്ഞു. നൗ എ ബി ഈക്വൽ ടു മോഡ് വെക്ടർ എ ബി, അതായത് വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കലാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഐ സ്ക്വയർ plus coefficient of j square plus coefficient of k square, which is equal to root of minus 1 square plus minus 2 square plus minus 6 square, equal to root of 1 plus 4 plus 36, which is equal to root 41. Now BC equal to mod vector BC equal to root of 2 square plus minus 1 square plus 1 square, which is equal to root of 4 plus 1 plus 1, which is equal to root 6. Now CA equal to mod vector CA equal to root of minus 1 square plus 3 square plus 5 square, which is equal to root of 1 plus 9 plus 25, which is equal to root 35. ഇപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സും അതുപോലെ ഓരോ വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡും ലഭിച്ചു കഴിഞ്ഞു. ക്ലിയർലി വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ ഈക്വൽ ടു 0. അതായത് 3 വെക്ടേഴ്സും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 വെക്ടർ ലഭിക്കുന്നതാണ്. കാരണം നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 3 സൈഡുകൾ ഉണ്ടായിരിക്കും. അതേ പോയിന്റിൽ തന്നെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ തന്നെ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 0 വെക്ടർ തന്നെ ലഭിക്കും. അതായത് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതും സെയിം പോയിന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ സം എന്ന് പറയുന്നത് 0 വെക്ടർ. അങ്ങനെ 3 വെക്ടേഴ്സിന്റെ സം 0 വെക്ടർ ആണെങ്കിൽ
അതിനെ നമുക്ക് ഒരു ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് AB, BC, CA form the sides of a triangle ABC. Now we have to prove that it is a right-angled triangle. Here AB equal to root 41, BC equal to root 6 and CA equal to root 35. അതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് BC സ്ക്വയർ പ്ലസ് CA സ്ക്വയർ ഈക്വൽ ടു 6 പ്ലസ് 35 ഈക്വൽ ടു 41 which is equal to AB square. That means BC square plus CA square equal to AB square. And so ABC is a right angled triangle, right angled at C. Next problem. The position vectors of the points A, B, C, D are 4i plus 3j minus k, 5i plus 2j plus 2k, 2i minus 2j minus 3k, 4i minus 4j plus 3k respectively. Show that AB and CD are parallel and CD equal to 2 into AB. ഇപ്പോൾ നമുക്ക് 4 പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് വെക്ടർ AB കണ്ടുപിടിക്കാം. വെക്ടർ AB ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് എൻഡ് പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A. ഇപ്പോൾ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ഓഫ് B എന്ന് പറയുന്നത് 5i plus 2j plus 2k minus പൊസിഷൻ വെക്ടർ ഓഫ് A 4i plus 3j minus k which is equal to I minus j plus 3k. Now vector CD equal to position vector of D minus position vector of C which is equal to 4i minus 4j plus 3k minus 2i minus 2j minus 3k equal to 2i minus 2j plus 6k. ഇതിൽ നിന്നും ഓരോ ടേമിലും 2 കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് പുറമേക്ക് എടുക്കാം. then 2 into I minus j plus 3k which is equal to 2 into vector AB. Vector CD equal to 2 into vector AB എന്ന് ലഭിച്ചു കഴിഞ്ഞു. അതായത് ഒരു വെക്ടർ എന്ന് പറയുന്നത് മറ്റൊരു വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിളായി എഴുതാൻ സാധിച്ചു. Then we can say that those vectors are collinear. Here vector AB and vector CD are collinear vectors and so AB is parallel to CD. Also CD equal to mod vector CD. അതുപോലെ തന്നെ നമുക്ക് വെക്ടർ CD എന്നുള്ളത് 2 into vector AB ആണ്. അതുകൊണ്ട് തന്നെ മോഡ് വെക്ടർ CD യെ നമുക്ക് mod 2 into vector AB എന്ന് എഴുതാൻ സാധിക്കും which is equal to 2 into mod vector AB which is equal to 2 into AB. അതായത് വെക്ടർ AB and vector CD are collinear vectors and so AB is parallel to CD. അതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു CD equal to 2 into AB.